ആലപ്പുഴയിലെ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ വലിയ പുരുഷാരം. രാവിലെ മുതൽ തന്നെ വലിയ ജനക്കൂട്ടമായിരുന്നു, ജനപ്രവാഹമായിരുന്നു ഇവിടേക്കുണ്ടായിരുന്നത്. അത് കിലോമീറ്ററുകൾ പിന്നിട്ട് ഇപ്പോൾ വലിയൊരു ക്യൂ ആയി മാറിയിട്ടുണ്ട്. അത് ഒരു ക്യൂ അല്ല, നിരവധി നിരകളായി ഈ ജനക്കൂട്ടം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും VS-നെ അവസാനമായി ഒരു നോക്ക് കാണേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്, മന്ത്രിമാരുണ്ട്. മന്ത്രി R ബിന്ദു, MB രാജേഷ്, വീണ ജോർജ്, P രാജീവ്, AK ശശീന്ദ്രൻ, മന്ത്രി VN വാസവൻ, സ്പീക്കർ AN ഷംസീർ തുടങ്ങി നിരവധി മന്ത്രിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ ഈ ബീച്ച് ഗ്രൗണ്ടിലേക്ക്, റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു നിരവധി നേതാക്കൾ, RMP നേതാവ് KK രമയുണ്ട്, BJP നേതാവ് ശോഭാ സുരേന്ദ്രനുണ്ട്, ചലച്ചിത്ര സംവിധായകൻ വിനയനുണ്ട്. അങ്ങനെ നിരവധി നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാംസ്കാരിക നായകരെത്തിയിട്ടുണ്ട്, അഭിഭാഷകരെത്തിയിട്ടുണ്ട്. അന്വേഷിയുടെ ഭാരവാഹിയായിട്ടുള്ള അജിത, വനിതാ വിമോചന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള അജിത ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ, ഏതാണ്ട് കേരളത്തിൻ്റെ പരിച്ഛേദം എന്ന് തന്നെ പറയാം. ആ നിലയിൽ തന്നെ സാംസ്കാരിക നായകർ, നേതാക്കൾ, വിവിധ സംഘടനാ പ്രതിനിധികളൊക്കെ ഇവിടേക്ക് ബീച്ച് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുകൂടാതെ വലിയൊരു പുരുഷാരമാണ് VS-നെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആലപ്പുഴ DC ഓഫീസിൽ നിന്നാണ് ഇവിടേക്ക് VS-ന്റെ മൃതദേഹം ഭൗതികദേഹം കൊണ്ടുവരുന്നത്. അവിടെ ആ ഭൗതികദേഹം കാണുന്നതിന്, അതിൽ അഭിവാദ്യം അർപ്പിക്കുന്നതിനായി ഇപ്പോഴും ഇതിൻ്റെ ഈ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിന് പുറത്ത് അവിടെ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് തടഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എത്രയോ പേർ നിരനിരയായി, പല നിരകളായി ഇങ്ങനെ ഈ എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ക്യൂ നിൽക്കുകയാണ്. ഇതിൽ പുലർച്ചെ വന്നവരുണ്ട്. പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ഇതിനകത്തേക്ക് കയറാം എന്ന പ്രതീക്ഷയോടുകൂടി കഴിയുന്നവരുണ്ട്. നമ്മൾ അതുവഴി വന്നപ്പോഴൊക്കെ കണ്ടതാണ്. ചിലർ ആ റോഡിൽ കിടക്കുന്നു, ചിലർ അവിടെ ഇരിക്കുന്നു, ചിലർ ക്യൂ നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരെവിടെ തന്നെയാണ്, VS-നെ ഒരു നോക്ക് കണ്ടിട്ട് മാത്രമേ മടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തോടുകൂടി എത്തിയ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ജനങ്ങളാണ്. അവർ ഇവിടേക്ക് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ ഒരു വലിയ കടലായി, ആൾക്കടലായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടേക്കാണ് ഇപ്പോൾ നേതാക്കൾ എത്തിയിട്ടുണ്ട്, മന്ത്രിമാരെത്തിയിട്ടുണ്ട്, സാംസ്കാരിക നായകരെത്തിയിട്ടുണ്ട്. അവരൊക്കെയും VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് നിശ്ചിത സമയക്രമങ്ങൾ തെറ്റിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ തന്നെ സമയക്രമങ്ങളെല്ലാം തെറ്റിയിട്ടുണ്ട്. ഇനിയും സമയക്രമം തെറ്റുന്ന നിലയിലാണ് ഇവിടേക്കുള്ള ഈ വലിയ ജനക്കൂട്ടം, ജനസമുദ്രം ഒഴുകിയെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും അന്ത്യാഭിവാദ്യം അർപ്പിക്കണമെങ്കിൽ ഇനിയും സമയം കൂടുതൽ എടുക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. കാരണം ഇതുവരെ VS-ന്റെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ട് പോലുമില്ല. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി അവസരം നൽകുക എന്നത് തന്നെ അത് സമയക്രമം വളരെയധികം നീട്ടും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഏതായാലും VS-നെ അവസാനം ജനപ്രവാഹം ആലപ്പുഴ കടപ്പുറത്തിൻ്റെ അപ്പുറത്ത് അറബിക്കടലിനെ സാക്ഷി നിർത്തി ഒരു മനുഷ്യ മഹാസാഗരം ആ കടലിന് തൊട്ടിപ്പുറത്തായി തീർത്തിരിക്കുകയാണ് ജനക്കൂട്ടം. ഇന്ന് അസ്തമയ സൂര്യനുണ്ടായില്ല, മഴക്കോളാണ് ആകാശത്ത്. ഇടവിട്ടിടവിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. സങ്കടക്കടലിലാണ് ജനങ്ങൾ. ആ മഴയെ അവഗണിച്ചുകൊണ്ട് അവർ ഇവിടെ വരി നിൽക്കുകയാണ്. അവർക്ക് VS-നെ കാണുക എന്ന ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പെയ്ത കനത്ത മഴയോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടായിരുന്ന ചൂടോ ഒന്നും അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അവരിവിടെ തന്നെ, അവരെവിടെയാണോ VS-നെ കാണാനായി, ചിലർ VS-ന്റെ വേലിക്കകത്ത് വീട്ടിന് മുന്നിൽ അവിടെ കാത്തുനിന്നവരാണ് മണിക്കൂറുകളോളം. ചിലർ ആലപ്പുഴ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കാത്തുനിന്നവരാണ് മണിക്കൂറുകളോളം. ചിലർ ഇവിടെ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപം കാത്തുനിന്നവരാണ്. ഇനി മറ്റു ചിലരാകട്ടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിന് സമീപവും കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനസാഗരം ഇരമ്പി എത്തിയിരിക്കുകയാണ് ബീച്ച് ഗ്രൗണ്ടിലേക്ക്. പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ
വലിയ ജനസഞ്ചയം അനുഭവപ്പെടുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ വ്യക്തമാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുന്ന പോലെ PS എന്ന് പറയുന്ന മഹാനായ വിപ്ലവകാരിയെ അദ്ദേഹത്തിന് അന്ത്യയാത്രാ മൊഴി നൽകുവാനും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ സമർപ്പിക്കുവാനും പതിനായിരങ്ങൾ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും ഒഴുകി എത്തിക്കഴിഞ്ഞ് വലിയ ജനസാഗരം, ജനങ്ങളുടെ കണ്ണും കരളുമാണ് ഈ സമരനായകൻ എന്ന് വിളിച്ചോതുന്ന ജനങ്ങളുടെ മുന്നേറ്റമാണ് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് നടക്കുന്നത്. ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കായിരിക്കും ഈ വാഹനം ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം വലിയൊരു ജനക്കൂട്ടം കൂടി വലിയൊരു പുഴയായി, ചെറിയ ചെറിയ പുഴകൾ വന്ന് വലിയ വലിയ പുഴകളായി, വലിയ മഹാസമുദ്രമായി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷേ ആലപ്പുഴയ്ക്ക് താങ്ങാൻ കഴിയാത്തത്ര ജനസാഗരമാണ് ഇപ്പോൾ ഈ പട്ടണത്തിലുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. തങ്ങളുടെ പ്രിയങ്കരനായ സഖാവിനെ ഒരു നോക്ക് കാണുവാൻ തിരക്ക് കൂട്ടുന്ന ജനങ്ങളുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാരുണ്യവാനായ കർക്കശക്കാരനെന്ന പുറം കാഴ്ചയിൽ തോന്നുന്ന ഈ വ്യക്തിക്ക് ഇത്രയധികം ആരാധകരുണ്ട്, ഇത്രയധികം സ്നേഹത്തോടെ കാണുന്ന മനുഷ്യർ സ്നേഹികളുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് തന്നെ ഇപ്പോഴാണ്. PS അച്യുതാനന്ദൻ എന്ന മനുഷ്യന് കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കും അധ്വാനിക്കുന്നവർക്കും വേണ്ടി മാറ്റിവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 8 പതിറ്റാണ്ടുകൾ നീണ്ടുപോയപ്പോഴും അദ്ദേഹത്തിന് സ്വന്തം അയലത്ത് താമസിക്കുന്ന ഒരാളെപ്പോലെ ആളുകൾക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാണിച്ച സ്നേഹവായ്പും മനുഷ്യകാരുണ്യവും തന്നെയാണ്. ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി കിടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തു തോരാം. അതൊന്നും ഈ ജനക്കൂട്ടത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. ആലപ്പുഴയിലെ ഇടുങ്ങിയ റോഡുകളിലൂടെ ഇപ്പോൾ വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വരുന്ന ദൃശ്യമാണ് കാണുന്നത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയ തിലക്, അതുപോലെ തന്നെ MA ബേബി എന്നിവരൊക്കെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ട്. ദിലീപ് കുമാർ കൂടി റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നമുക്കൊപ്പം ചേരുകയാണ്. കുറച്ചു നേരം ഇനി മുഖ്യമന്ത്രി അവിടെ ഉണ്ടാകും. അദ്ദേഹത്തിന് അന്ത്യയാത്രാമൊഴി, അഭിവാദ്യങ്ങൾ ചൊല്ലിയതിന് ശേഷം മാത്രമേ അദ്ദേഹം മടങ്ങിപ്പോകൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എത്രയോ വർഷക്കാലം, പതിറ്റാണ്ടുകൾ നീണ്ടുപോകുന്ന രാഷ്ട്രീയ സൗഹൃദം, ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞ രാഷ്ട്രീയ സൗഹൃദം, അതിനപ്പുറം കർക്കശമായ തീരുമാനങ്ങളെടുത്ത കാലഘട്ടം, സമര പ്രക്ഷോഭങ്ങൾക്ക് നടുവിൽ സമര തീജ്വാലയായി മാറിയ സഹപ്രവർത്തകനെ ഇങ്ങനെ പിണറായി വിജയൻ എന്ന സഖാവിനെ ഓർമ്മിക്കാൻ ഒരുപാടുണ്ട്. VSനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ രണ്ടക്ഷരം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഉദിച്ച നക്ഷത്രമായി മനസ്സിലാക്കിയതിന് ശേഷം ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനും അനുയായിയുമായി നടന്ന ഒരു കാലം പിണറായിക്കുണ്ടായിരുന്നു. ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അസംഖ്യം നേതാക്കന്മാർ ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദിലീപ് കുമാർ, SKN ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രിമാർ, CPIMൻ്റെ നേതാക്കൾ ഇവരൊക്കെയും ഇവിടെയുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, സാംസ്കാരിക നായകർ എന്നിവരൊക്കെ ഇവിടെ ആലപ്പുഴ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. DGP രവാഡ ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റു നിരവധി പേരും, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാംസ്കാരിക നായകർ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ VSന് കേരളം അന്ത്യാഭിവാദ്യം നൽകാൻ ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ഇവിടേക്ക് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. അതിനുശേഷമായിരിക്കും പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേക്ക് VSൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. VSൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേത്. അത് പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ മുതൽ പ്രിയപ്പെട്ട നേതാക്കൾ P കൃഷ്ണപിള്ള, നേരത്തെ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന
CPI പക്ഷത്ത് പാർട്ടി പിളർന്നപ്പോൾ ഉറച്ചു നിന്നിരുന്ന TV തോമസ്, KR ഗൗരിയമ്മ, PT പുന്നൂസ്, ജോർജ് ചടയമുറി, അങ്ങനെ നിരവധി നേതാക്കൾ, PK ചന്ദ്രാനന്ദൻ തുടങ്ങി നിരവധി നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ഈ ആലപ്പുഴ വലിയ ചുടുകാട്ടിലേത്. അവിടെ VS-ന്റെ പേരിലുള്ള ഭൂമിയാണ്. 40 സെന്റ് സ്ഥലം 1957 EMS സർക്കാർ അന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ രക്തസാക്ഷി കുടീരത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണെന്ന നിലയിലും 40 സെന്റ് സ്ഥലമാണ് അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദൻ്റെ പേരിൽ എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ VS-ന്റെ അന്ത്യവിശ്രമം VS-ന്റെ പേരിലുള്ള ആ മണ്ണിലാണ് എന്നതാണ് മറ്റൊരു സവിശേഷത. അവിടെ ആ പ്രധാന ഗേറ്റിൻ്റെ ഇടതുഭാഗത്തായിരിക്കും VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുക. അവിടേക്ക് നേതാക്കളൊക്കെ അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്കൊക്കെ എത്തിച്ചേരും. മറ്റു ക്രമീകരണങ്ങൾ, അതായത് ഈ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനുള്ള നടപടികളൊക്കെ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. രാമച്ചം, കൊതുമ്പ്, വിറക് തുടങ്ങിയവയായിരിക്കും ഈ സംസ്കാര ചടങ്ങിന് ഉപയോഗിക്കുക എന്നാണ് CPIM നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. മറ്റു ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല. അന്ത്യാഭിവാദ്യവുമായി സഖാക്കൾ വിളിക്കുന്ന മുദ്രാവാക്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മകൻ അരുൺകുമാർ ചിതയ്ക്ക് തീ കൊളുത്തും എന്നാണ് CPIM നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അവിടേക്ക് എത്തുന്നതിന്, പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിലേക്ക്, ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് എത്തുന്നതിന് ഇനിയും സമയമെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോഴും VS-ന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറപ്പെട്ട യാത്ര ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല.